നമസ്കാരം. ഊന്നുകൽ പോലീസിന്റെ കൈകളിൽ അർജുനായങ്കി എത്താതിരിക്കുക എന്നതായിരുന്നു വിവാദ നായകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പയറ്റിയ ആ തന്ത്രം. കണ്ണൂരിലെ കേസിൽ പിടിയിലായതോടെ അർജുനായങ്കിയുടെ ആ പ്ലാനിംഗ് താൽക്കാലികമായെങ്കിലും വിജയിച്ചു എന്ന് പറയേണ്ടി വരും. കണ്ണൂരിൽ നാടകീയമായി അറസ്റ്റ് വരിച്ച സംഘ് പരിവാർ CPM ഭീഷണി കേസുകളിലെ സ്ഥിരം വിവാദ നായകൻ അർജുനായങ്കി ജയിലിലേക്ക് വഴി തുറന്നത് സ്വന്തം അഭിഭാഷകന്റെ കൃത്യമായ സ്കെച്ച് അനുസരിച്ചാണെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അറസ്റ്റിലായി കഴിഞ്ഞാൽ ഏത് വഴി തെരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ആയങ്കിയും അഭിഭാഷകനും മുൻകൂട്ടി ഒരു ധാരണയിലെത്തിയിരുന്നു. കണ്ണൂർ കോടതി മജിസ്ട്രേറ്റ് അവധിയിലായതിനെ തുടർന്ന് കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലായിരുന്നു പോലീസ് ആയങ്കിയെ ഹാജരാക്കിയത്. കോതമംഗലത്തു നിന്ന് അർജുനെ കസ്റ്റഡിയിലെടുക്കാൻ വണ്ടിയുമെടുത്ത് എത്തിയ എറണാകുളം ഊന്നുകൽ പോലീസ് സംഘവും കണ്ണൂരിലെ അന്വേഷണ സംഘവുമെല്ലാം വിചാരിച്ചത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. താരതമ്യേന കുറഞ്ഞ വകുപ്പുകൾ മാത്രം ചുമത്തിയ കണ്ണൂരിലെ കേസിൽ ആയങ്കിക്ക് നിഷ്പ്രയാസം ജാമ്യം കിട്ടുമെന്നും ഉടൻ തന്നെ ഊന്നുകൽ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങി എറണാകുളത്തേക്ക് വച്ചുപിടിക്കാമെന്നും. എന്നാൽ അർജുനായങ്കിയുടെ അഭിഭാഷകൻ ഇന്നലെ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഹാജരായില്ല. കോടതിയിൽ എത്തിയപ്പോൾ ജാമ്യാപേക്ഷ കൊടുത്തില്ലെന്ന് മാത്രമല്ല, ആയങ്കിക്ക് മേൽ ബാക്കി കേസുകൾ കൂടി ചുമത്തി എളുപ്പത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാമെന്ന പോലീസിന്റെ ആഗ്രഹം വക്കീലങ്ങനെ തഞ്ചത്തിൽ പൊളിച്ചെടുക്കി. മറ്റു കേസുകളിൽ കൂടി കൃത്യമായി നിയമസാധുതകൾ പരിശോധിച്ച ജാമ്യം ഉറപ്പാക്കിയ ശേഷം മാത്രം പുറത്തിറങ്ങിയാൽ മതിയെന്നാണ് അഭിഭാഷകന്റെ ലൈൻ. ഈ ലൈൻ എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അതേസമയം അറസ്റ്റിലായതിനു പിന്നാലെ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തി അഴിക്കുള്ളിലാക്കാനുള്ള നീക്കങ്ങൾ പോലീസ് അതിവേഗം തുടങ്ങിക്കഴിഞ്ഞു. ഇയാളുടെ പൂർണ്ണമായ ക്രിമിനൽ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തയ്യാറാക്കി നൽകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് പോലീസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് ജില്ലാ കളക്ടറായിരിക്കും കാപ്പ ചുമത്തുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം സംസ്ഥാനത്ത് ഗുണ്ടകളെയും ലഹരി സ്മഗ്ലിംഗ് സംഘങ്ങളെയും പൂർണ്ണമായി അമർച്ച ചെയ്യുന്നതിനുള്ള ഓപ്പറേഷൻ ഗ്രിപ്പ് ശക്തമായി മുന്നോട്ടു പോവുകയാണ്. കുറ്റവാളികളെയും ഗുണ്ടകളെയും വലിയ തോതിൽ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളുടെ ഉറവിടവും പോലീസിന്റെ പ്രധാന പരിശോധനാ വിഷയമാണ്. ഇത്തരം ഗുണ്ടാവിരുദ്ധ നടപടികളുടെ വിശദാംശങ്ങൾ ദിവസേന മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തേണ്ടതില്ലെന്നാണ് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിട്ടുള്ള കർശന നിർദ്ദേശം. അതീവ രഹസ്യമായി ഓപ്പറേഷനുകൾ നടപ്പിലാക്കാനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അർജുനായങ്കി നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ഇയാൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് നിയമവ്യവസ്ഥയെ പൂർണ്ണമായും നിസ്സാരവൽക്കരിച്ച് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാനും കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ഇയാൾ മടിക്കില്ല. കൂടാതെ ഇയാൾക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിൽ സമാന രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വലിയ പ്രോത്സാഹനമായി മാറുമെന്നും കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആഭ്യന്തരമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും അധിക്ഷേപകരമായ പോസ്റ്റിട്ട മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ടെന്നും അതിനാൽ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ അഭിഭാഷകയെ കണ്ട് നിയമോപദേശം തേടാനായി പുലർച്ചെ കണ്ണൂർ നഗരത്തിലെ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോഴാണ് ആയങ്കിയെ പോലീസ് സംഘം വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തത്. തളിപ്പറമ്പിൽ നിന്ന് ഓട്ടോറിക്ഷയിലും തുടർന്ന് സുഹൃത്തിന്റെ കാറിലുമായാണ് ഇയാൾ കണ്ണൂരിലേക്ക് തിരിച്ചത്. പരിസരങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച പോലീസ് ഇയാളെ കൃത്യമായി പിന്തുടരുകയായിരുന്നു. എന്തായാലും കണ്ണൂരിലെ പോലീസിനെ പോലും വെല്ലുവിളിച്ചു നടന്ന അർജുനായങ്കിയെ വെടിയൊച്ചകളില്ലാതെ ശാസ്ത്രീയമായ നീക്കങ്ങളിലൂടെ പിടികൂടാൻ കഴിഞ്ഞത് ചെന്നിത്തലയുടെ കടുംപിടുത്തത്തിന്റെ ഫലമാണ്. ആയങ്കിയെ പോലുള്ളവർക്ക് മുൻപ് ലഭിച്ചിരുന്ന രാഷ്ട്രീയ സംരക്ഷണം ഇല്ലാതാക്കാൻ ആഭ്യന്തരമന്ത്രി നൽകിയ കർശന നിർദ്ദേശമാണ് പോലീസിന് വലിയ കരുത്തായി മാറിയത്. ഇതോടെ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുന്ന മന്ത്രിയെന്ന ഇമേജ് സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.